നമ്മുടെ ജീവിതത്തിലൊക്കെ ഇഷ്ട നമ്പറുകളോടുള്ള വലിയ സ്നേഹം നാം പ്രകടിപ്പിക്കാറുണ്ട്. ചിലരൊക്കെ അവരുടെ വാഹനങ്ങൾ വാങ്ങിക്കുമ്പോൾ പ്രത്യേക നമ്പറുകൾ അവർ വാങ്ങിക്കും. ഇപ്പോൾ കലാഭവൻ മണിച്ചാൻ്റെ വണ്ടികൾക്കൊക്കെ 100ആണ്, ചിലത് 7 നമ്പർ ഇടും. മമ്മൂട്ടിയുടെ വണ്ടികൾക്കൊക്കെ സ്ഥിരമായിട്ടൊരു നമ്പറാണ്. അങ്ങനെ ചിലർക്കൊക്കെ ഭാഗ്യ നമ്പറുകൾ ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ വാഹനത്തിന് KL64E006 6 ഞാൻ ഇഷ്ടപ്പെടുന്ന നമ്പർ. പലരും 6 ചെകുത്താൻ്റെ നമ്പറാണെന്നൊക്കെ പറയും, പക്ഷേ ഞാൻ ഇഷ്ടപ്പെടുന്ന നമ്പറാണ് 6. ഇങ്ങനെ ഓരോ തരം വിശ്വാസങ്ങൾ. എനിക്കതിനെ പ്രത്യേകിച്ച് വിശ്വാസമൊന്നുമില്ല, ഒരു താല്പര്യം, 6നോട് ഒരു പ്രത്യേക താല്പര്യം. 13 ഇഷ്ടപ്പെട്ട് നടക്കുന്ന നമ്പർ ഇഷ്ടപ്പെട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഇത്തരത്തിലുള്ള നമ്പറുകൾ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. ഞാനിത് പറഞ്ഞു വരുന്നത് നമ്മുടെ അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട നമ്പർ 1206 1206. 1206 എന്ന് പറയുന്ന നമ്പർ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗ്യ നമ്പറാണെന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ബൈക്കിൻ്റെ നമ്പർ 1206 ആയിരുന്നു. കാറിനിട്ടിരുന്നതും 1206 ആയിരുന്നു. അപ്പോൾ അങ്ങനെ 1206 എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട ഒരു നമ്പറായിരുന്നു. എന്നാൽ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു ഭാഗ്യ നമ്പറിൻ്റെ ദിവസം തന്നെയാണ് അദ്ദേഹത്തിന് ഈ അകാലത്തിലുള്ള വിയോഗമുണ്ടായത്. 1206 എന്ന് പറഞ്ഞാൽ ജൂൺ 12-ാം തീയതിയാണ് അഹമ്മദാബാദ് ഈ വിമാനത്താവളത്തിൽ ഈ അപകടമുണ്ടായിട്ടുള്ളത്. ലണ്ടനിലുള്ള തൻ്റെ മകളെയും കുടുംബത്തെയും കാണുന്നതിന് വേണ്ടിയിട്ടാണ് ജൂൺ 12-ാം തീയതി ഈ അഹമ്മദാബാദിൽ നിന്നുള്ള എയർ ഇന്ത്യ വിമാനത്തിൽ വിജയ് രൂപാണി പോയത്. തീർച്ചയായിട്ടും ഈ ഭാഗ്യ നമ്പറിലുള്ള യാത്ര, ഈ ജൂൺ 12-ാം തീയതിയിലുള്ള യാത്ര, അത് തൻ്റെ അവസാനത്തെ യാത്രയാകുമെന്ന് ഒരിക്കലും വിജയ് രൂപാണി ചിന്തിച്ചിരുന്നില്ല. ABVP എന്ന പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന് പിന്നീട് BJPയിൽ എത്തുകയും 2016 ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി ആവുകയും ചെയ്ത വ്യക്തിയാണ് വിജയ് രൂപാണി. 242 പേരിൽ 241 പേരും അഹമ്മദാബാദ് വിമാനത്തിൽ സഞ്ചരിച്ചിരുന്ന 241 പേരും മരിച്ചിരുന്നു. അതിൽ വിജയ് രൂപാണിയും ഉൾപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗ്യ നമ്പറായിരുന്നു 1206. ജൂൺ 12-ാം തീയതി 1206 എന്ന തീയതിയിൽ തന്നെയാണ് വിജയ് രൂപാണി ഈ ലോകത്തോട് വിട പറഞ്ഞത്.